ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കിച്ചൂടിൻ്റെ ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ ഓർത്ത് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. കിച്ചൂടിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇത് എന്താണെന്നുള്ള ഒരു അതിശയത്തിലാട്ടോ ആൾക്ക് പക്ഷേ ഇതിലൊന്നും അല്ല ശ്രദ്ധ. TV കാർട്ടൂൺ പോവാണേ, അതിലാണ് ശ്രദ്ധ ഫുള്ള്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് എന്താണെന്ന് അറിയാനായിട്ടേ. അങ്ങനെ ഓരോ ഗിഫ്റ്റുകളായിട്ട് ഞങ്ങൾ അൺബോക്സ് ചെയ്ത് നോക്കാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടി കേട്ടോ. നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും 30% ഗിഫ്റ്റുകൾ ആരൊക്കെ തന്നെന്ന് നമുക്കറിയില്ല കേട്ടോ. അവിടെ വെച്ച് തിരക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തന്നെന്ന് പോയതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ തന്നെന്ന് നമുക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് ഗിഫ്റ്റുകൾ മാത്രമേ ആരൊക്കെ തന്നെന്ന് നമുക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് കേട്ടോ പേരൊന്നും എടുത്തു പറയാൻ പറ്റാത്തത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ കിച്ചൂട്ടിന് കൊടുത്താലും കിച്ചൂട്ടിന് നോട്ടം ഫുൾ എൻ്റെ അടുക്കളയിരിക്കുന്ന എൻ്റെ പാത്രങ്ങളോടാണ് കേട്ടോ. ഈ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആരെ തന്നെ സത്യമായിട്ട് അറിയത്തില്ല. ഇതിനകത്തൊരു മയിലാണ് കേട്ടോ, മൂവബിളായിട്ടുള്ള ലൈറ്റൊക്കെ കത്തുന്നത്. കിച്ചൂടിനേക്കാളിലും താല്പര്യം എനിക്കായിരുന്നു കേട്ടോ അതിനോട്. ഇതിൻ്റെ തന്നെ ഒരു താറാവ് ഞങ്ങളുടെ ആദ്യക്കൂട്ടനുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിലെ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത് കാണുന്നത്. അന്ന് അത് കണ്ടപ്പോഴേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തുമാത്രം വെറൈറ്റി ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ്. നമ്മുടെയൊക്കെ സമയത്ത് ഒന്നും ഇല്ലായിരുന്നെന്ന് തന്നെ പറയാം. കുറച്ച് മാത്രം കളിപ്പാട്ടങ്ങളുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ്. ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. ഇതൊക്കെ കിട്ടിയത് കിച്ചൂട്ടനാണെങ്കിലും പുള്ളിക്കാരൻ ഒരു മൈൻഡും ഇല്ലായിരുന്നു അതിനെ ഒന്നും കാണിച്ചിട്ട് കേട്ടോ. കിച്ചൂട്ടൻ മായവേ കാർട്ടൂണിൽ അങ്ങ് ലയിച്ചിരിക്കുകയാണ്. പുള്ളിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. എല്ലാം പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ ആൾക്കതൊന്നും വേണ്ട. ഒരു മൈൻഡും ഇല്ലാതിരുന്ന് കാർട്ടൂൺ കാണുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓരോരോ ബോക്സുകളും പെട്ടികളും എല്ലാം ഇങ്ങനെ പൊട്ടിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല, എല്ലാവരും കൂടെ ഉഷാറായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാലേ തീരത്തുള്ളൂ. അപ്പോൾ ഉണ്ണേട്ടൻ പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് വീഡിയോ ഇച്ചിരി സ്പീഡിലിടാന്ന്, ഇല്ലെങ്കിൽ കാണുന്നവർക്കും ബോറടിക്കുവേ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇച്ചിരി സ്പീഡിലാക്കി കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഉഷാറായിട്ട് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് തീരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരുപാട് ടെഡി ബിയർ കിട്ടും കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാ ഗിഫ്റ്റുകളും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് എയ്റോപ്ലെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ആര് തന്നാന്ന് അറിയത്തില്ല. അത് കിച്ചൂടിൻ്റെ കൈ കൊടുത്തപ്പോൾ അത് ആൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നേരം അതുമായിട്ടിരുന്നു. അത് മാത്രമാണ് കുറേ നേരം ആൾ നോക്കിയത്. ബാക്കി എല്ലാം മേടിക്കും, താഴോട്ടിടും, അങ്ങനെ തന്നെ. ഇനി ഇതാ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് എല്ലാവരും കൂടെ തീർത്ത് കേട്ടോ. ഇനി എല്ലാം ഒന്ന് നമുക്ക് ഓടിച്ച് കാണാം. ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെയും ചേച്ചിൻ്റെയും ഗിഫ്റ്റാണ് കേട്ടോ. കിച്ചുവിൻ്റെ വല്യച്ഛൻ്റെയും വല്യമ്മയുടെ ഗിഫ്റ്റ്. താങ്ക് യു വല്യച്ഛ, വല്യമ്മേ. ഇത് ഞങ്ങളുടെ കൂട്ടുകാരി ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഗിഫ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ നെയ്ബറുമാണ്. താങ്ക് യു ചേച്ചി, ചേട്ടാ. ഇത് ഞങ്ങളുടെ ഒരേ ഒരു അപ്പച്ചിയുടെയും അങ്കിളിൻ്റെയും ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ നാത്തൂൻ്റെ ഉണ്ണിയേട്ടൻ്റെ പെങ്ങടെ. താങ്ക് യു അപ്പച്ചി. കിച്ചുവിൻ്റെ വണ്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര എൻജോയ്മെൻറ്റ് റൈഡാണ് ആശാൻ. പിന്നെ ആരെങ്കിലും ബോഡി ഗാർഡായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണം കേട്ടോ. കിച്ചുട്ടൻ തന്നെ ഓടിക്കാറായിട്ടില്ല. ഈ വണ്ടിയും കിച്ചുവിൻ്റെ വല്യച്ഛനും വല്യമ്മയും കൊടുത്താ കേട്ടോ. മൂത്ത ഞങ്ങളുടെ ചേട്ടനും ചേച്ചിയും. താങ്ക് യു വല്യച്ഛ, വല്യമ്മേ. അങ്ങനെ കിച്ചൂട്ടൻ എല്ലാ വണ്ടികളും ഓടിച്ചൊക്കെ നോക്കി കേട്ടോ. ആള് ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പം ഞങ്ങൾക്കൊരു പണിയായത്, ആളെ ഉന്തിക്കൊണ്ട് നടക്കണമല്ലോ. അങ്ങനെ എല്ലാവർക്കും 1000 നന്ദിയുണ്ട് കേട്ടോ. 1000 താങ്ക്സ്. കിച്ചൂടിൻ്റെ വക 1000 താങ്ക് യു ആൻഡ് ലവ് യു. കിച്ചൂടൻ എന്നാൽ ഒരുപാട് ഹാപ്പി കേട്ടോ, കൂടെ ഞങ്ങളും. കിച്ചൂടിനൊക്കെ ഉണ്ട് ഒരു ടാറ്റ പറപ്പിക്കപ്പെടുന്ന പാടാണ് കേട്ടോ ഇത്. അല്ലാത്തപ്പോൾ എപ്പോഴും ടാറ്റ പറച്ചിലാണ്. ആവശ്യമുള്ള സമയത്ത് പറയത്തുമില്ല, ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. ലാസ്റ്റ് ഞാൻ അവനെ അങ്ങ് വിട്ട് കേട്ടോ. അപ്പം നമ്മുടെ കിച്ചൂടിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ നമുക്കൊന്ന് ഓടിച്ച് കാണാം കേട്ടോ. ഇതാണ് വണ്ടികൾ, ടെഡി ബിയർസ്, ഒരുപാട് കളിപ്പാട്ടം കിട്ടി കേട്ടോ. പിന്നെ ഡ്രസ്സുകളാണ് ഏറെയും. ഒരു 5 വയസ്സ് വരെ ഇടാനുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൂടിൻ്റെ ബർത്ത്ഡേക്ക് വന്നവർക്കും സമ്മാനങ്ങൾ തന്നവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ വക 1000 നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. ടാറ്റാ, ബൈ ബൈ.